കണ്ടില്ലേ എന്ത് നല്ല ഡയമണ്ടാ. അതിന്റെ അടുത്ത് പോയി കാണാൻ പറ്റിയാൽ കൊള്ളായിരുന്നു. നമുക്കത് എക്സിബിഷനിൽ കാണാലോ. ഫുർസത് ഗഞ്ചിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വിലയുയർന്ന റെഡ് ഡയമണ്ടിന്റെ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണാൻ ജനങ്ങൾ ഇവിടെ കൂട്ടമായി കൂടി നിൽക്കുകയാണ്. റെഡ് ഡയമണ്ട്, എടാ ടിംബക്ടോ, ഈ നിമിഷം ഞാൻ എന്താണ് ആലോചിക്കുന്നതെന്ന് ഒന്ന് ഊഹിച്ചു പറ. എന്ത് മണ്ടത്തരാണ് കാണിച്ചു കൂടുന്നത്? ബോസ്, എനിക്ക് നിങ്ങളുടെ തലയ്ക്കകത്തുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ ആലോചന എന്താണെന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. ഒറ്റപ്പല്ല, നീ ഒരു മരമണ്ടനാണ്, മണ്ണുണ്ണിയാണ്, ഒന്നിനും കൊള്ളാത്ത വേസ്റ്റ് ആണ്. ഞാനൊരു ഡയമണ്ട് റോബർ നട്വർലാലിനെ വിളിച്ചിട്ടുണ്ട്. അവൻ ഈ ഡയമണ്ട് അടിച്ചു മാറ്റുമെന്ന് ചലഞ്ച് ചെയ്യും. ഫുർസത് ഗഞ്ചിലെ ഈ ഡയമണ്ടിനെ രക്ഷിക്കാനായി നമ്മുടെ പ്രേം സഹായിയുടെ റോബോട്ട് അവിടെ എത്തിച്ചേരും. അപ്പോ നമുക്ക് അവനെ മടക്കി കൂട്ടി പോക്കറ്റിലാക്കാം. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ഞാൻ ഫുർസത് ഗഞ്ചിൽ നിന്നും ആ റെഡ് ഡയമണ്ട് എന്തായാലും മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കും. തടയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തടഞ്ഞോളൂ. ഇതെന്റെ ഒരു ഓപ്പൺ ചാലഞ്ചാണ്. ഈ നട്വർലാലിനെ ഇന്നേ വരെ ആർക്കും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും പിടിക്കാൻ സാധിക്കുകയുമില്ല. ഒരു പക്ഷേ അവൻ ആ റെഡ് ഡയമണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ പിന്നെ ഫുർസത് ഗഞ്ചിന് അത് വലിയ അപമാനമായി തീരും. അപ്പൂപ്പ, ഞാൻ അവിടെ പോയി എല്ലാം നന്നായി ശ്രദ്ധിച്ചോളാം. നമ്മുടെ ഈ നാടിന് ഒരിക്കലും ചീത്തപ്പേര വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ നമുക്കൊരു പണി അങ്ങ് തുടങ്ങിയാലോ? അല്ല, ഇവിടെ എന്ത് തേങ്ങാ മഴ പെയ്യും. എന്നെ രക്ഷിക്ക്, ഇയാളിത് എവിടുന്ന് എന്റെ മുകളിൽ വന്ന് വീണത്? നിക്കേ, ഓടല്ലേ, നിക്കേ, എന്റെ പൊന്നു ചുൾപുള്ള നിക്കേ. നീ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്ത് തുടങ്ങുന്ന? നീ ഇന്നേ വരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടേ ഇല്ലല്ലോ. അറിയില്ല, എനിക്കെന്തോ തലവേദനിക്കുന്ന പോലെ. ടിംബക്ടു ഇവിടെ എന്ത് ചെയ്യുവാ? വീരിങ്ങനെ ബിഹേവ് ചെയ്യുന്നതിന് കാരണം ഇനി ടിംബക്ടു ആണോ? വേഗം അപ്പൂപ്പനെ വിളിക്കാം. Come on, let's dance with the music.
വെച്ച് ടിംബക്ടുവെ കണ്ടായിരുന്നു. അവൻ ചിലപ്പോ വീടിന് എന്തെങ്കിലും ചെയ്തതായിരിക്കും. വീറിന്റെ ബ്രെയിൻ ഇപ്പോ അവന്റെ കൺട്രോളിലല്ല മോളെ. നമുക്ക് അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം. വാവ്, എന്താ അടിപൊളി സ്വപ്നം നീ കണ്ടത്. എനിക്ക് മാത്രം എന്താ സ്വപ്നം കാണാൻ പറ്റാത്തെന്ന് അറിയില്ല. നീ അപ്പൂപ്പനോട് ചോദിക്ക്, അപ്പൂപ്പ പറഞ്ഞു തരും. വീർ, നീ ഒരു റോബോട്ടാണ് കേട്ടോ. റോബോട്ടിന് സ്വപ്നങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അതിൽ തീർച്ചയായും വിജയിക്കും. പക്ഷെ അപ്പൂപ്പ, എനിക്ക് ഇന്ന് എന്നെ സ്വപ്നം കണ്ടേ പറ്റൂ. ജിണ്ടുവിനെ വിളിക്ക്, ഇനി അവനെ നിന്നെ സഹായിക്കാനാവൂ. എന്ത് ജോലിയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വേഗം പറഞ്ഞോളൂ. ജിണ്ടു, വീറിന് സ്വപ്നം കാണാൻ പറ്റുന്നില്ല. മറ്റുള്ള കുട്ടികളെ പോലെ അവനും സ്വപ്നം കാണാൻ ആഗ്രഹമുണ്ട്. ഇതാണോ ഇത്ര വലിയ കാര്യം? ഞാൻ വിരലിൽ ഞൊടിച്ച് നിന്നെ സ്വപ്നം കാണിപ്പിച്ച് തരാലോ. അകടം പകടം മാലം ഫാലം ഇകടം തികടം ധം ധമാധം. രാത്രിയിൽ വീര് സ്വപ്നം കാണട്ടെ ജം ജമാജം ജം ജമാജം. അപ്പൂപ്പ, അപ്പൂപ്പ, ഇന്ന് ഞാൻ സ്വപ്നം കണ്ടു. നല്ല രസമുള്ള സ്വപ്നമായിരുന്നു. ആണോ? എന്നാ നീ അതിനെക്കുറിച്ചൊന്ന് പറയേ. എന്തു സ്വപ്നമാ കണ്ടത്? ഞാൻ കണ്ടതേ, അപ്പൂപ്പൻ ഒരു പാത്രം നിറയെ ചുൾബുളിന് ക്യാരറ്റ് കൊടുക്കുന്നതാ. പക്ഷെ അവന് ഒരേ ക്യാരറ്റ് മാത്രം എടുത്ത് ഡൈനിങ് ടേബിളിൽ പോയിരുന്ന് ഫോർക്കും നൈഫും ഉപയോഗിച്ച് അതെടുത്ത് കഴിച്ചു. ചിലപ്പോ നീ കണ്ട സ്വപ്നത്തിൽ നീ കണ്ട ബാസ്ക്കറ്റ് ഇത് തന്നെയായിരുന്നു. ആ അപ്പൂപ്പ, ഇത് തന്നെയാ കണ്ടത്. ചുൾബുൾ, ഇതാ പിടിച്ചോ. നിനക്ക് വേണ്ടി ഞാൻ ഒരുപാട് ക്യാരറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൂപ്പ, ഇന്നെനിക്ക് ഒരെണ്ണം മതി കേട്ടോ. എന്റെ വയറിന് നല്ല സുഖമില്ല. അപ്പൂപ്പ, ഞാൻ ഇത് തന്നെയാ സ്വപ്നമായിട്ട് കണ്ടത്. ഇതെങ്ങനെയാ ശരിക്കും സംഭവിക്കുന്നേ? ഇതേ കാര്യങ്ങള് തന്നെയാ സ്വപ്നത്തിലും കണ്ടത്. ഒരു പക്ഷെ ജിണ്ടുവിന്റെ മാജിക് പവർ കാരണം സ്വപ്നത്തിന് പകരം നീ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യം കണ്ടോ? കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇംലിയുടെ ഗ്രാമത്തിനെ രക്ഷിക്കേണ്ടി വരും. ഇംലിയുടെ ഗ്രാമത്തിൽ പ്രാണികളൊക്കെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഞാനൊരു സ്വപ്നം കണ്ടു. ആ പ്രാണികൾ അവിടുത്തെ കൃഷികളെല്ലാം തിന്ന് നശിപ്പിച്ചു. എന്റെ അമ്മ വളരെ സങ്കടത്തില്ല. അച്ഛനാണെങ്കിൽ ഓഫീസിന് ടൂറ് പോയിരിക്കുക. ഗ്രാമത്തിന് ഇപ്പൊ ഫോണ് വന്നായിരുന്നു, അവിടെ എല്ലാം പ്രാണികൾ വന്നോന്ന്. ജിൻഡോ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇംലിയുടെ ഗ്രാമത്തിനെ ആ പ്രാണികളെടുത്ത് രക്ഷിക്കേ. ഇത് ഡോക്ടർ പ്രേം സഹായുടെ റോബോട്ടാണല്ലോ. ഇപ്പൊ തന്നെ ഇത് ബോസിനോട് പറഞ്ഞേ പറ്റൂ. ഇനി ആ ഡോക്ടർ പ്രേം സഹായുടെ റോബോട്ട് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. ടിംബക്ടു, നീ അതിൽ കയറിയിരിക്ക. എന്നിട്ട് വെള്ളത്തിന്റെ അടിയിലൂടെ ചെല്ല്. പ്രേം സഹായുടെ റോബോട്ടിന്റെ അടുത്തെത്തുമ്പോൾ നീ ആ റെഡ് ബട്ടൺ അമർത്തുക. എന്നിട്ട് പറയുക, നിന്റെ എതിര് നിൽക്കുന്നവനെ പിടിക്കുവാൻ. അപ്പൊ നമ്മുടെ റോബോട്ട് അവനെ പിടിച്ചിട്ട് ഇതാ ഈ ഹോളിനടുത്തേക്ക് കൊണ്ടുവരും. മനസ്സിലായോടാ? നിങ്ങളുടെ ജീനിയസ് ആണ് ബോസ്. സൂപ്പർ ഡൂപ്പർ ജീനിയസ്. അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. എങ്കിൽ ഞാനൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയേക്കാം. ഫൈനലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. ഈ ബട്ടൺ അല്ല, ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടല്ലേ എതിരെ നിൽക്കുന്നവരെ പിടിക്കൂ എന്ന് പറയേണ്ടത്. യെസ്, യു ആർ റൈറ്റ്.
നിന്റെ എതിരെ നിൽക്കുന്നവനെ പിടിക്ക. എടാ, എടാ, എന്നെ വിടാ. ടിംബക്ടു, നീ എന്നെ ഇങ്ങനെ കറങ്ങല്ലേടാ. എടാ, എടാ, നീ എന്ത് മണ്ടത്തരമാ ഈ കാണിക്കുന്നതാ? എടാ, വിടറാ. എന്നെ രക്ഷിക്കോ. എന്നെ ഇവൻ കൊല്ലുമല്ലോ. വീർ, നിനക്ക് ഇത്തരം സ്കൂബ ഡൈവിംഗിന്റെ സൂട്ടിന്റെ ആവശ്യമൊന്നുമില്ല. നിന്റെ കൈവശം ഡീപ് സീ ഡൈവിംഗ് സൂട്ടുണ്ട്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഡൈവിംഗ് സ്യൂട്ട് ഓൺ. വീർ, ഇമ്മിലി ഒന്ന് സൂക്ഷിച്ചോണം കേട്ടോ. ഓക്കേ അപ്പൂപ്പ, ബൈ.